ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഭയം അല്ലെങ്കിൽ പേടി എന്താണെന്നൊന്ന് പരിശോധിക്കാം. ഇപ്പം നിങ്ങൾ റോഡിൽ നടന്നു പോകുമ്പോൾ പെട്ടെന്നൊരു ഭ്രാന്തനായ നിങ്ങളുടെ മുമ്പിലേക്ക് എടുത്ത് ചാടുന്നു എന്ന് വിചാരിക്കാം. അതുമല്ലെങ്കിൽ വീട്ടിൽ ചെന്ന് ഫ്രണ്ട് ഡോർ തുറന്ന് അകത്തോട്ട് കയറാൻ ശ്രമിക്കുമ്പോൾ പെട്ടെന്ന് ഏതോ ഒരു ജീവി തലയിലോട്ട് വീണിട്ട് ഓടിമറിയും. രണ്ട് ഘട്ടങ്ങളിലും നിങ്ങൾക്ക് ഭയമുണ്ടാകുകയാണ്. ഒരു യഥാർത്ഥത്തിലുള്ള ഒരു അപകടം മുൻപിൽ നിൽക്കുന്നു, പെട്ടെന്ന് പ്രതികരിക്കണം. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് ഓർ ഫ്രീസ്, ഇതിലേതെങ്കിലും ഒന്ന് തീരുമാനിക്കണം. അതെങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഉടനെ തന്നെ നമ്മളുടെ ഈ കണ്ണുൾപ്പെടെയുള്ള എല്ലാ സെൻസറി ഓർഗൻസ് ഉണർന്ന് പ്രവർത്തിച്ച് ബ്രെയിനിലെ അമിഗ്ഡാല എന്ന് പറയുന്ന ഒരു ഭാഗത്തേക്ക് ഈ സിഗ്നൽസ് പോകും. അമിഗ്ഡാല രണ്ട് രീതിയിൽ പ്രവർത്തിക്കും. ഒന്ന്, അത് പ്രീ ഫ്രോണ്ടൽ കോർട്ടെക്സ് എന്ന് പറയുന്ന ഭാഗത്തേക്ക് ഈ സിഗ്നലുകൾ അയച്ചു കൊടുത്തിട്ട് പേടിക്കേണ്ടതാണോ എന്ത് വേണോ എന്ന് അവരുടെ അഭിപ്രായത്തിന് പോകും. സമാന്തരമായിട്ട് ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ബ്രെയിനിന്റെ ഭാഗത്തിലേക്ക് ഈ സിഗ്നൽസ് കൊടുക്കുകയും അവ ഉടനെ തന്നെ ഉണർന്ന് പ്രവർത്തിച്ചിട്ട് പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന്റെയും അഡ്രിനാൽ ഗ്ലാൻഡിന്റെയും ഒക്കെ സഹായത്തോടെ ഇതിനെ പ്രതിരോധിക്കാനായിട്ടുള്ള കോർട്ടിസോൾ പോലെയുള്ള ഹോർമോൺസ് ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. പേടിക്കാനൊന്നുമില്ല, പ്രശ്നമില്ല എന്ന് കണ്ടു കഴിഞ്ഞാൽ ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ നിർത്തും. പക്ഷേ ചില ആളുകളിൽ ഈ ഹോർമോൺസിന്റെ പ്രവർത്തനം പിന്നെയും തുടരുകയും അത് അവർക്ക് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ പിന്നീട് ഉണ്ടാക്കുകയും ചെയ്യും. എങ്ങനെയാണ് ഒരു വ്യക്തിക്ക് ഭയമുണ്ടാകുക എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു കൊച്ചു കുഞ്ഞിന്റെ കാര്യം എടുക്കൂ. അതിനെ ഒരു തീയടക്കിൽ നിങ്ങൾ ഇരുത്തുകയാണെങ്കിൽ ഒരു സംശയം വേണ്ട, അവൻ പോയി തീക്കകത്ത് കൈയിടും. കാരണം കുട്ടിക്കറിയില്ല തീക്കകത്ത് കൊണ്ട് കൈയിട്ട കൈകൊള്ളൂ എന്നുള്ളത്. അവൻ വളരുന്നതിനോടുകൂടി പുത്തൻ അറിവുകളും അനുഭവങ്ങളും കിട്ടുന്നതിനോടൊപ്പം തന്നെ അവനിൽ ഭയവും ഉണ്ടാകും. ഭയമുണ്ടാക്കുന്ന വസ്തുക്കളെ അവൻ തിരിച്ചറിയുകയും ചെയ്യും. ഭയം എന്ന് പറയുന്നത് മോശമായ കാര്യമൊന്നുമില്ല. അത് പല സന്ദർഭങ്ങളിലും നമുക്ക് ഒരു മുൻകരുതലെടുക്കാൻ സഹായിക്കും. മാത്രമല്ല, കൊച്ചു കൊച്ചു ഭയങ്ങൾ ജീവിതത്തിൽ ഒരു ത്രില്ലുമാണ്. എന്നാൽ ചില വ്യക്തികളിൽ അവരുടെ വളർന്ന സാഹചര്യം, ചുറ്റുപാടുകൾ, സുഹൃത്തുക്കള്, ബന്ധുക്കള്, അവരുടെ കുട്ടിക്കാലത്തുണ്ടായ അനുഭവങ്ങളെല്ലാം വെച്ചിട്ട് അവരിൽ ചില ഭയങ്ങൾ അങ്ങനെ ഉറങ്ങിക്കിടക്കും. ചില സന്ദർഭങ്ങളിൽ അത് പുറത്തു വരികയും ചെയ്യും. ഇത്തരം ഭയം ഒത്തിരി നാള് നമ്മുടെ മനസ്സിലിട്ട് നീട്ടുകയാണെങ്കിൽ കാലക്രമേണ അത് കടുത്ത ഉത്കണ്ഠയോ അല്ലെങ്കിൽ ഫോബിയയോ ഒക്കെ ആയിട്ട് മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭയം ഉണ്ടാകുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉടനെ അതിന് ബ്രേക്ക് ഇടേണ്ടത് അത്യാവശ്യമാണ്. എങ്ങനെയാണ് നമുക്ക് ഭയത്തെ ഫലപ്രദമായി ഒഴിവാക്കാനാവുക? 5 സ്റ്റെപ്പുകൾ കൊണ്ട് നമുക്കത് പറ്റും. ആദ്യമായി ഫൈൻഡ്, ഫേസ് ഇറ്റ്, ഫൈറ്റ് ഇറ്റ്, ഫോഴ്സ് ടു ഫ്ലീ ആൻഡ് ഫ്രണ്ട്ഷിപ്പ്. ഇങ്ങനെ 5 സ്റ്റെപ്പുകൾ മാത്രം മതി. ഒന്നൊന്നായി നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യമായി ഫൈൻഡ്, കണ്ടുപിടിക്കുക. എന്താണ് നിങ്ങൾക്ക് ഭയമുണ്ടാക്കുന്നതെന്ന് കണ്ടുപിടിക്കുക. പിന്നെ കാര്യങ്ങളിപ്പോൾ ഒരു സോപ്പ് നമ്മളെ പൊട്ടിക്കുന്ന പോലെ നിങ്ങൾ പൊട്ടിച്ചു കളയാം. അത് നടക്കും. എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ നിങ്ങളുടെ മനസ്സിലെ തെറ്റായ ധാരണകളാണ് ഇതെല്ലാം എന്ന് തിരിച്ചറിയുന്നതോടുകൂടി അത് നിങ്ങൾക്ക് തന്നെ അതിനെ പൊട്ടിച്ചു കളയാനാകും. രണ്ടാമത്, ഫേസ് ഇറ്റ്, നേരിടണം. ഭയത്തിനെ നേരിടണം. ഒളിച്ചോടാൻ ശ്രമിക്കരുത്. ഓടിയാൽ എന്ത് പറ്റും? ഒരു നായയെ കണ്ട് ഓടുന്ന പോലെ തന്നെയാണ്. ആ തെരുവ് നായ നിങ്ങളെ അങ്ങനെ ഓട്ടിച്ചുകൊണ്ടിരിക്കും. ജീവിതം മുഴുവൻ ഓടാനേ നേരം കാണുന്നു. എങ്ങനെയാണ് നമ്മൾ നായയെ തുരത്തുക? തിരിഞ്ഞു നിൽക്കുക, അതിന്റെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് ഒരു കല്ലെടുക്കുന്നത് പോലെ ആക്ഷൻ കാണിക്കുക. നായ ഓടും. ഭയവും അതുപോലെ തന്നെയാണ്. നേരിടുമെന്ന് കണ്ടാൽ ഓടി ഒളിക്കാത്ത ഒരു ഭയവും ഇന്ന് വരെയില്ല. പക്ഷെ ഒരു കാര്യം മറക്കരുത്, ഭയത്തിന്റെ അടുക്കിൽ നിന്ന് ഇങ്ങനെ എനിക്കൊരു ഭയമില്ല എന്ന് കണ്ണടച്ച് അതിനെ പ്രതിരോധിക്കാൻ നോക്കരുത്. കാരണം അത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയുള്ളൂ. ചില ആളുകളുണ്ട് ഭയത്തിൽ നിന്ന് മുക്തി നേടാനായിട്ട് മദ്യത്തിന്റെ പുറകെയും മയക്കുമരുന്നിന്റെയൊക്കെ പുറകെ പോകും. പ്രശ്നം ഗുരുതരമാണ്. ജീവിതവും ദുസ്സഹമാകും. ഭയം 3 ഇരട്ടി വളർന്നു വലുതാകുകയും ചെയ്യും. ഒരു കാരണവശാലും അങ്ങനെ ചെയ്യാൻ പാടില്ല. മൂന്നാമത്തെ സ്റ്റെപ്പ്, ഫൈറ്റ് ഇറ്റ്, നേരിടണം.
എതിരിടണം. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഈ ഭയങ്ങൾ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ഉപബോധ മനസ്സ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഒരു ഭാഗമുണ്ട്. ഇത് നിങ്ങളുടെ ഓർമ്മകളുടെയും എല്ലാത്തിൻ്റെയും സ്റ്റോറേജ് ഹൗസാണ്. കുട്ടിക്കാലത്ത് മുതലുണ്ടായിട്ടുള്ള അനുഭവങ്ങൾ, അറിവുകൾ, ഭയങ്ങൾ എല്ലാം ഇവിടെ സ്റ്റോർ ചെയ്യപ്പെടും. ഈ അറിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ ഉപബോധ മനസ്സ് നിങ്ങളുടെ പ്രവൃത്തികളിലും ചിന്തകളിലും വികാരങ്ങളിലും വിചാരങ്ങളിലുമെല്ലാം ഒരു സേഫ് സോൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പൊതുവെ ഈ സേഫ് സോണിലെ വെളിയിലേക്ക് വരാനായിട്ട് ഉപബോധ മനസ്സിന് താല്പര്യമില്ല. പക്ഷെ ഇവിടെ ഒരു ഗുണകരമായ കാര്യമുണ്ട്. ഈ ഉപബോധ മനസ്സെന്ന് പറയുന്നത് എപ്പോഴും നമ്മളുടെ ബോധ മനസ്സിന്റെ അടിമയാണ്. ബോധപൂർവം നമ്മളുടെ ഉപബോധ മനസ്സിൽ നിന്ന് വരുന്ന തെറ്റായ ചിന്തകളെയും വിചാരങ്ങളെയും ആവശ്യമില്ലാത്ത ഭയങ്ങളെയും യുക്തിസഹമായി നമ്മൾ പ്രതിരോധിച്ചാൽ, അത് ശരിയല്ല, ഇതാണ് ശരി എന്ന് പറഞ്ഞ് സ്ഥാപിച്ചാൽ ഉപബോധ മനസ്സ് അത് അക്സെപ്റ്റ് ചെയ്യും. പിന്നീട് അതാകും ശീലം. ഇപ്പൊ ഉദാഹരണത്തിന് ഒരാൾക്ക് ആനയെ ഭയമാണെന്നിരിക്കട്ടെ. അപ്പോൾ എന്താണ്? തൻ്റെ മനസ്സിനോട് സ്വയം പറയണം, ആനകൾ അപകടകാരികളാണ്. അത് പക്ഷെ കാട്ടിലാണ്. നാട്ടിലെ ആനകൾ അപകടകാരികളല്ലേ അല്ല. അവർ ശാന്തശീലരും മനുഷ്യനോട് ഇണങ്ങിയതുമാണ്. പിന്നെ അവയ്ക്ക് പ്രശ്നം വരുന്നത് മതപ്പാടുള്ളപ്പോഴാണ്. നമ്മൾ മതപ്പാടുള്ളപ്പോൾ അതിൻ്റെ കീഴെ പോകാതിരുന്നാൽ പോരെ. അതുകൊണ്ട് ഞാനെന്തിന് ആനയെ ഭയപ്പെടണം എന്ന് മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം. ചില ആളുകളുണ്ട്, അവനവൻ്റെ സ്വന്തം വീട്ടിൽ ഒറ്റയ്ക്കിരിക്കാൻ പേടിയാണ്. അങ്ങനെ ഇരിക്കുമ്പോൾ അടുത്ത മുറിയിൽ ഏതോ പാദചലനം കേട്ടു, ആരോ നടക്കുന്നു, ഇങ്ങനെയൊക്കെയുള്ള ഭയങ്ങൾ. ഇതിൻ്റെ പുറകോട്ട് അന്വേഷിച്ച് നമ്മൾ പോയാൽ നമുക്ക് മനസ്സിലാകും, ഇവരുടെ കുട്ടിക്കാലത്തുണ്ടായിട്ടുള്ള പ്രേത കഥകളോ അല്ലെങ്കിൽ ഏതെങ്കിലും മോഷണ കഥകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു സംഭവമാണിത്. അപ്പൊ എങ്ങനെയാണ് ഇതിനെ നമുക്ക് നേരിടാൻ പറ്റുക? ഫേസ് ഇറ്റ്. ഒരു വടി എടുത്തിട്ട് അടുത്ത മുറികളിൽ ഓരോന്നായിട്ട് കയറി പരിശോധിക്കുക, ആരാ വിളിച്ചിരിക്കുന്നത്. അങ്ങനെ ഉണ്ട്, അവനെ അടിച്ചോടിക്കാം. അതല്ല, നമ്മളെക്കാളും ശക്തനാണെങ്കിൽ ഉറക്കെ വിളിച്ചു കൂടി മറ്റുള്ളവരുടെ സഹായം അഭ്യർത്ഥിക്കാം. എന്തായാലും നീറി പേടിച്ചു മരിക്കുന്നതിലും വളരെ നല്ലതാണ് അതിനെ നേരിടുക എന്നുള്ളത്. നേരിട്ട് കഴിയുമ്പോഴല്ലേ സത്യം വെളി വരിക. അതൊരു പക്ഷേ കാറ്റടിച്ച് കഥകിലോട്ട് എന്തോ വന്ന് മുട്ടുന്നതോ, അല്ലെങ്കിൽ ഒരു പൂച്ചയുടെ വികൃതികളോ, അല്ലെങ്കിൽ പാത്രങ്ങൾക്കിടയിൽ ഒരു എലി കിടന്ന് ചാടിയതോ ഒക്കെ ആവാം. അത് കാണുമ്പോൾ ആ മനുഷ്യന് സ്വയം ചിരി വരും. എനിക്കറിയാവുന്ന ഒരു ചെറുപ്പക്കാരന് ഏണി കാണുമ്പോൾ ഭയമായിരുന്നു, ലാഡർ. സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, അയാൾ ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂളിന്റെ മച്ചിൽ പെയിന്റ് അടിച്ചുകൊണ്ടിരുന്ന ഒരു പെയിന്റർ ഏണിയിൽ നിന്നും വീണ് കയ്യും കാലും ഒടിഞ്ഞ് അലറി വിളിച്ച് കരഞ്ഞ ഒരു സംഭവം അയാളുടെ മനസ്സിൽ കിടപ്പുണ്ടായിരുന്നു. അത് സ്വയം അയാൾ മനസ്സിലാക്കി തിരുത്താൻ ആരംഭിച്ചുകൂടി ഏണിഭയം മാറി. നാലാമതായിട്ട്, ഫോഴ്സ് ടു ഫ്ലീ. ഭയത്തിനെ ഓടാൻ പ്രേരിപ്പിക്കുക. എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ചില വ്യക്തികൾ അവരവരുടെ ഭയം ഇങ്ങനെ മനസ്സിലിട്ട് നീട്ടി ഉരുകി മരിച്ചുകൊണ്ടിരിക്കുക. ആ ഭയം അവർ മറ്റാരോടും പറയത്തില്ല. ഒരു കാര്യം ചെയ്താട്ടെ, ഈ ഭയം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ നമ്മുടെ സുഹൃത്തുക്കളുമായിട്ടൊന്ന് പങ്കുവെച്ചാട്ടെ. ഒരു സംശയവും വേണ്ട, ഈ ഭയം ഓടിക്കോളും. മറ്റു ചില ആളുകളുണ്ട്, അറിവില്ലായ്മ കൊണ്ട്, നമുക്കൊരു വിഷയത്തെപ്പറ്റി അറിയാത്തത് കൊണ്ടുള്ള ഭയം. അതിനെന്താ വേണ്ടിയേ? അതിനെപ്പറ്റി പുതിയ പുസ്തകങ്ങൾ വായിക്കുക, കൂടുതൽ അറിവുകൾ സമ്പാദിക്കുക. ഈ ഭയം ഓടിയിരിക്കും, ഒരു സംശയവും വേണ്ട. എന്തായാലും ശരി, മനസ്സിന്റെ ആരോഗ്യത്തിനും ശരീരത്തിന്റെ ആരോഗ്യത്തിനും എപ്പോഴും ആവശ്യമായിട്ടുള്ള കാര്യമാണ് വ്യായാമം. അത് വെക്കണ്ട. അവസാനമായിട്ട്, അഞ്ചാമത്, ഫ്രണ്ട്ഷിപ്പ്. ഈ ഭയപ്പെടുത്തുന്ന സംഗതികളെ അല്ലെങ്കിൽ പേടിപ്പിക്കുന്ന സംഗതികളെ നിങ്ങളുടെ സുഹൃത്താക്കുക, ചങ്ങാത്തത്തിലാകുക അവരുമായിട്ട്. ഉദാഹരണത്തിന്, ഇപ്പൊ ഒരു വ്യക്തിക്ക് ഉയരങ്ങൾ ഭയമാണെന്നിരിക്കട്ടെ. ഭയത്തിനെ കീഴടക്കേണ്ടത് അതിനെ നേരിട്ട് കൊണ്ട് തന്നെയാണ്. ഉയരങ്ങളിൽ പോകണം. ഉയരമുള്ള സ്ഥലങ്ങളിൽ പോയി കുറേ നേരം നിൽക്കണം. നിന്നിട്ട് ചുറ്റിലും ഒന്ന് നോക്കും, ഈ ഭൂമി എത്ര മനോഹരമാണ്, എന്ത് സുന്ദരമായ പ്രകൃതിയാണ്. താൻ ഇവിടെ കയറാതിരുന്നിരുന്നെങ്കിൽ ഈ സൗന്ദര്യം തനിക്ക് കാണാൻ സാധിക്കുമായിരുന്നു എന്നോർക്കണം. അങ്ങനെ നിരന്തരം പല സ്ഥലങ്ങളിലേക്ക്, ഉയരമുള്ള സ്ഥലങ്ങളിലേക്ക് പോയി ഉയരത്തിനെ സ്നേഹിക്കാൻ പഠിക്കും. നിശ്ചയമായിട്ട് ഈ ഭയം ഓടിയിരിക്കും. പല ആളുകളും പറയാറുള്ളതാണ് സ്റ്റേജ് ഭയം. ഇവിടെയും വേണ്ടത് സ്റ്റേജിനെ സ്നേഹിക്കണം.
നിങ്ങൾ ഓർത്തു നോക്കി, നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കിട്ടാത്ത ഒരു സൗഭാഗ്യം നിങ്ങൾക്ക് വന്നിരിക്കുകയല്ലേ? അവരുടെ മുമ്പിൽ നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാനുള്ള ഒരു അവസരം. ഇതിനെ പോസിറ്റീവായിട്ട് കാണണം. സ്റ്റേജിനെ സ്നേഹിക്കണം. ഇന്ന് തീപ്പൊരി പ്രസംഗങ്ങൾ പറഞ്ഞുകൊണ്ട് നടക്കുന്ന പലരോടും അവരുടെ ചരിത്രം ചോദിച്ചാൽ അവർ പറയും, കുട്ടിക്കാലത്ത് ദിവസങ്ങളോളം കണ്ണാടിയുടെ മുമ്പിൽ നിന്ന് സ്വയം പരിശീലിച്ച കഥ. എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു. പുള്ളി വ്യത്യസ്തമായ ഒരു രീതിയാണ് ചെയ്തത്. അദ്ദേഹം നാടകം പഠിക്കാൻ പോയി. റിഹേഴ്സൽ ക്യാമ്പിൽ നിരന്തരമായിട്ടുള്ള റിഹേഴ്സൽ കഴിഞ്ഞപ്പോൾ അതിപ്രഗത്ഭനായ ഒരു പ്രാസംഗികനായിട്ട് അദ്ദേഹം മാറുകയുണ്ടായി. ഇനി സാധാരണയുള്ള മറ്റൊരു ഭയമാണ് നായ്ക്കളോടുള്ള ഭയം. അതിൻ്റെ പടം കാണുന്നത് തന്നെ ഭയമാണ്. അത്തരക്കാർക്ക് നല്ല സുന്ദര കുട്ടപ്പന്മാരായിട്ടുള്ള നായ്ക്കുട്ടികളുടെ പടങ്ങൾ കൊടുക്കുക, അത് കാണട്ടെ. അങ്ങനെ കുറച്ച് ദിവസം ആ പടങ്ങളൊക്കെ കണ്ട് അതിനുശേഷം നായകൾക്ക് മനുഷ്യനോടുള്ള സ്നേഹം പ്രകടമാക്കുന്ന ധാരാളം വീഡിയോകൾ ഇപ്പോൾ ഉണ്ട്. അത്തരം വീഡിയോകൾ കാണാൻ പ്രേരിപ്പിക്കുക. അത് കാണുമ്പോൾ എത്രമാത്രം സ്നേഹത്തോടെ മനുഷ്യനോട് നായ്ക്കൾ ഇടപെടുന്നു എന്നുള്ളത് ആ മനുഷ്യൻ തിരിച്ചറിയും. അടുത്ത സ്റ്റേജിൽ അദ്ദേഹത്തിനെയും കൂട്ടി തെരുവ് നായ്ക്കൾ ധാരാളമുള്ള ഒരു സ്ഥലത്തേക്ക് പോകുക. നായകൾക്ക് ബിസ്ക്കറ്റും മറ്റും കൊടുക്കാൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുക. കുറേ ദിവസം ഇങ്ങനെ ബിസ്ക്കറ്റുകൾ കൊടുക്കുമ്പോൾ അവയുടെ സ്നേഹപ്രകടനം അദ്ദേഹം സ്വയം തിരിച്ചറിയുന്നു. അവസാനമായിട്ട് ഒരു കൊച്ചു പട്ടിക്കുഞ്ഞിനെ എടുത്ത് വളർത്താൻ അദ്ദേഹത്തിനെ പ്രേരിപ്പിക്കുക. ഒരു 2 മാസം കഴിഞ്ഞ് നിങ്ങൾ പോയി നോക്കിക്കോളൂ, അദ്ദേഹം നായ്കളുടെ അടുത്ത സുഹൃത്തായിരിക്കും. ഇങ്ങനെ ഈ 5 സ്റ്റെപ്പുകൾ കൊണ്ട് നമുക്ക് ഏത് രീതിയിലുള്ള ഭയവും മാറ്റിയെടുക്കാൻ യാതൊരു പ്രയാസവുമില്ല. ഭയം നമ്മളെയല്ല, നമ്മൾ ഭയത്തെയാണ് കീഴടക്കേണ്ടതെന്ന് മറക്കാൻ പാടില്ല. നമ്മുടെ മനസ്സിലേക്ക് വരുന്ന വികലങ്ങളായ തോന്നലുകളെയെല്ലാം മറ്റൊരാൾക്ക് തിരുത്താനാവില്ല. അത് നമ്മൾ സ്വയം ചെയ്യണം. അതിനുള്ള കഴിവ് മനുഷ്യനുണ്ട്. അങ്ങനെ നമ്മൾ ചെയ്താൽ നമുക്ക് ഏത് ഭയത്തെയും മറികടക്കാനാകുമെന്നുള്ളത് 100% ഉറപ്പ്. സ്നേഹപൂർവ്വം സുരേഷ്. ഈ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക.